യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനായി സാഹസികമായി ജീവിക്കുക, ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച വരപ്രസാദം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന, പൗലോസിൻ്റെ കൂട്ടത്തിൽ ഏറെ വർഷക്കാലം ശുശ്രൂഷ ചെയ്തിരുന്ന ആളാണ് തിമോത്തി. തിമോത്തിക്ക് എഴുതിയ 2 ലേഖനങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. 1-ാമത്തെ ലേഖനവും 2-ാമത്തെ ലേഖനവും. ഈ 2 ലേഖനവും പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത് റോമിൽ ജയിലിൽ കിടക്കുന്ന സമയത്താണ്. അതുകൊണ്ട് സത്യത്തിൽ പൗലോസിൻ്റെ അന്ത്യവചനങ്ങളാണ് ഈ തിമോത്തിക്ക് എഴുതിയ ലേഖനങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. 2 വിധത്തിലുള്ള ക്രിസ്ത്യാനികൾ ആദിമസഭയിലും ആധുനിക സഭയിലും നമുക്ക് കാണാൻ കഴിയും. 1-ാമത്തെ ഗ്രൂപ്പ് അത് മന്ദത ബാധിച്ച ക്രിസ്ത്യാനികളാണ്. നമുക്കതിനെ ലൂക്ക് വാം ക്രിസ്ത്യൻസ് എന്ന് പറയാം, മന്ദതയുള്ളവർ. 2-ാമത്തെ കൂട്ടർ അഗ്നിയുള്ള ക്രിസ്ത്യാനികളാണ്, ക്രിസ്ത്യൻസ് ഓൺ ഫയർ. ഈ 2 ഗ്രൂപ്പ് ക്രിസ്ത്യാനികൾ പൗലോസിൻ്റെ കാലത്ത് ആദിമസഭയിലും ഇന്നത്തെ കാലത്തും നമുക്ക് കാണാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ യഹൂദ മതത്തിൽ നിന്നും യേശുവിനെ കണ്ടുമുട്ടി വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 30 വർഷക്കാലം അദ്ദേഹം തീയുടെ ശുശ്രൂഷ, ഒരു അഗ്നിയുടെ ശുശ്രൂഷയാണ് സഭയിലുടനീളം നടത്തിയത്. അപ്പോൾ ഒരുപാട് പേര് പൗലോസിൻ്റെ കൂട്ടത്തിൽ കൂടി, കാരണം ഇത് കൊള്ളാവുന്ന കാര്യമാണല്ലോ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ. പക്ഷേ ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതിൽ സന്തോഷം മാത്രമല്ല, ഒരുപാട് പീഡകളും ഒരുപാട് കുരിശുകളും സഹനങ്ങളും എല്ലാം ഉണ്ടെന്ന്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പലരും പിൻവാങ്ങി. അവരെല്ലാവരും മന്ദത ബാധിച്ച ക്രിസ്ത്യാനികളായി. എങ്കിലും 15 വർഷക്കാലം പൗലോസിനോടൊപ്പം പിടിച്ചു നിന്ന അനുഗ്രഹീതനായ ശുശ്രൂഷകനാണ് തിമോത്തി. അതുകൊണ്ടാണ് തിമോത്തിക്ക് ലേഖനം എഴുതിക്കൊണ്ട് പൗലോസ് പറയുന്നത്: തിമോത്തിയോസേ, എൻ്റെ കൈകളിലൂടെ നിനക്ക് കിട്ടിയ വരപ്രസാദം നീ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. യു മസ്റ്റ് റീകിൻഡിൽ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നിനക്ക് നൽകിയിരിക്കുന്ന ദൈവിക വരപ്രസാദം വീണ്ടും നീ പ്രോജ്വലിപ്പിക്കണം. മാമുദീസ വെള്ളം ഒരുപാട് പേരുടെ തലയിൽ വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കാര്യമൊന്നും ആയില്ല. ഒരുപാട് പുരാതനമായ ക്രിസ്ത്യാനികൾ കണ്ടേക്കാം, ഒരുപാട് പാരമ്പര്യത്തിൻ്റെ മഹത്വം പറയുന്ന ആളുകൾ കണ്ടേക്കാം. ഇതുകൊണ്ടൊന്നും തന്നെ വലിയ കാര്യമൊന്നും ആയില്ല. മറിച്ച് ഇതാ ചാരം മൂടിക്കിടക്കുന്ന കനൽ പോലെ വിശ്വാസം വീണ്ടും പ്രോജ്വലിപ്പിച്ചില്ലെങ്കിൽ, ആ ചാരത്തെ ഊതി ഉള്ളിലുള്ള കനലിനെ വീണ്ടും പ്രോജ്വലിപ്പിച്ചില്ലെങ്കിൽ ലൂക്ക് വാം ക്രിസ്ത്യൻസ്, അല്ലെങ്കിൽ മന്ദത ബാധിച്ച ക്രിസ്ത്യാനികൾ മാത്രമേ ഉണ്ടാകൂ എന്ന്. സഹോദരങ്ങളെ, തിമോത്തിയോസ് ഒരുപാട് ശാരീരിക ബലഹീനതയുള്ള മനുഷ്യനായിരുന്നു. അവന് ഒരുപാട് പേടിയുണ്ട്. പലയിടത്ത് ശുശ്രൂഷ ചെയ്യാൻ അവന് പേടിയാണ്, സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ പേടിയാണ്, ശാരീരികമായ വൈകല്യങ്ങളുണ്ട്. എന്നിരുന്നാൽ കൂടിയും അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തമായിട്ട് ജീവിച്ചു. അതുകൊണ്ട് അപ്പസ്തോലനായ പൗലോസ് പറയുന്ന ഓരോ വാക്കും തിമോത്തിയോസ് വളരെ കാര്യമായിട്ട് പരിഗണിച്ചു. അങ്ങനെ ഇരിക്കെയാണ് റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഒരു വചനം അവൻ്റെ അടുത്തേക്ക് വരുന്നത്. വചനം എങ്ങനെയാണ്: നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല തിമോത്തിയോസെ, മറിച്ച് ആത്മനിയന്ത്രണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവിനെയാണ്. ഈ വചനം കേട്ടപടി തിമോത്തിയോസ് കരുതി, ഞാൻ ഇനി ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ശുശ്രൂഷ ചെയ്തതുപോലെ ശുശ്രൂഷ ചെയ്താൽ പോരാ. കാരണം എൻ്റെ ഗുരുവായ, എന്നെ വിശ്വാസത്തിലേക്ക് വളർത്തിയ പൗലോസിത ഏതാണ്ട് മരിക്കാൻ സമയമായി. അവൻ്റെ അന്ത്യവചനമാണ് എൻ്റെ കൈവെള്ളയിൽ വന്ന് പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉണർന്ന് ശുശ്രൂഷ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നവൻ മനസ്സിലായി. അവൻ ഒരുപാട് ഉണർന്ന് ശുശ്രൂഷ ചെയ്തു. എഫേസൂസിലെ സഭയിലെ ആദ്യത്തെ ബിഷപ്പായി തിമോത്തിയോസ് നിയോഗിക്കപ്പെട്ടു. എഫേസൂസിലെ സഭയിലുടനീളം അഗ്നിയുള്ള ക്രിസ്ത്യാനികളെ രൂപപ്പെടുത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിമോത്തിയോസിനെ ഉപയോഗിക്കുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഏത് കാറ്റഗറിയിൽപ്പെടുന്ന, ഏത് വിഭാഗത്തിൽപ്പെടുന്ന ക്രിസ്ത്യാനികളാണ്? മന്ദതയുള്ള ക്രിസ്ത്യാനികളാണോ അതോ തീയുള്ള ക്രിസ്ത്യാനികളാണോ?
മന്ദതയുള്ള ക്രിസ്ത്യാനിയുടെ ഒരു പ്രത്യേകത യോഹന്നാൻ ശ്ലീഹ വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ജീവിച്ചിരിക്കുന്നവർ എന്നാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്നത്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മൃതപ്രായരാണ്. മരണാസന്നമായിരിക്കുന്ന സ്ഥിതിയിൽ നിന്നും നിങ്ങൾ ജീവനിലേക്ക് മടങ്ങി വരണം. ഞാൻ ഓർക്കുന്നു, ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരാളുടെ കല്ലറയിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്, തോമസ് കുട്ടി എന്ന് പറയുന്ന ആൾ. തോമസ് കുട്ടി 50-ാം വയസ്സിൽ മരിച്ചു, 70-ാം വയസ്സിൽ അടക്കം ചെയ്തു. എന്താണ് അതിൻ്റെ അർത്ഥം? പലരും അടക്കം ചെയ്യുന്നത് മാത്രമാണ് അവസാനം, മരണമൊക്കെ നേരത്തെ കഴിയുകയാണ്. വിശ്വാസ ജീവിതത്തിൽ 50-ാം വയസ്സിൽ മരിച്ചു, 70-ാം വയസ്സിൽ അടക്കം ചെയ്ത്. മന്ദത ബാധിച്ച ക്രിസ്ത്യാനികളുടെ സ്ഥിതി ഇതാണ്. നിങ്ങളിൽ പലരും, അല്ലെങ്കിൽ നമ്മളിൽ പലരും ഇപ്പം തന്നെ ഏതാണ്ട് മരിച്ചുപോയി. ഇത് കണ്ടിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോഹന്നാന് ഒരു വെളിപാട് കൊടുക്കുകയാണ്. യോഹന്നാനോട് പറയുകയാണ്, സഭകളെ ഇങ്ങനെ പറഞ്ഞ് ഉദ്ബോധിപ്പിക്കണം, നിങ്ങളിൽ പലരും ജീവിച്ചിരിക്കുന്നവർ എന്നാണ് നിങ്ങളെക്കുറിച്ച് തന്നെ പറയുന്നത്. പക്ഷേ നിങ്ങൾ മൃതരാണ്. മൃതപ്രായമായ അവസ്ഥയിൽ നിന്നും നിങ്ങൾ ഉണരണം. സഹോദരങ്ങളെ, ക്രിസ്തീയ സഭകളിൽ ഒരുപാട് മനുഷ്യരുണ്ട്. സൺഡേ ക്രിസ്ത്യൻസായി ഒരുപാട് പേര് പള്ളിയിൽ പോകുന്നുണ്ട്. ഇതുകൊണ്ട് കർത്താവിനെന്ത് പ്രയോജനം? കർത്താവിൻ്റെ സഭയ്ക്ക് എന്ത് പ്രയോജനം? സത്യത്തിൽ യേശുവിൻ്റെ കുരിശിനെ സ്വന്തം ഇടനെഞ്ചിൽ ഏറ്റുവാങ്ങുകയും അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാതെ മന്ദത ബാധിച്ച ക്രിസ്ത്യാനികളായി പോകുന്നതും അവിശ്വാസികളായി പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് വീണ്ടും സഭകളോട് ഉണരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉദ്ബോധിപ്പിക്കുന്നത്. ആദിമസഭയിലെ അനുഗ്രഹീത സഭാപണ്ഡിതനായ സെയിൻറ്റ് ഐറേനിയൂസ് ഇങ്ങനെ പറയും, ഗോഡ്സ് ഗ്ലോറി വെൻ മാൻ ഈസ് ഫുള്ളി അലൈവ്. ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് മനുഷ്യൻ പൂർണ്ണമായി അവൻ്റെ വിശ്വാസത്തിൽ ജീവിക്കുമ്പോഴാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകണമെങ്കിൽ നമ്മൾ മന്ദത ബാധിച്ച് ജീവിച്ചാൽ പോരാ. മന്ദത ബാധിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ മറ്റ് മതസമൂഹത്തിലെയോ മറ്റു വിശ്വാസ പാരമ്പര്യങ്ങളിലെയോ മനുഷ്യരും ക്രിസ്ത്യാനികളും തമ്മിൽ, എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരും തമ്മിൽ ഒരു വ്യത്യാസവും കാണുകയില്ല. മാത്രവുമല്ല, സാഹസികമായ ഒരു പ്രവൃത്തി കർത്താവിന് വേണ്ടി ചെയ്യാൻ മന്ദത ബാധിച്ച ക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും കഴിയുകയുമില്ല. വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാൻ ശ്ലീഹായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. ആയിരുന്നെങ്കിൽ അത് എത്രയോ മനോഹരമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്നോഷ്ണനാകയാൽ ഞാൻ നിന്നെ തുപ്പിക്കളയുന്നു. സഹോദരങ്ങളെ, വാട്ടവെള്ളമെന്ന് പറയുന്നത് ഏറ്റവും ചെളി പിടിച്ച വെള്ളത്തേക്കാൾ മോശപ്പെട്ടതാണ്. വാട്ടവെള്ളത്തിൻ്റെ സ്ഥിതിയിലുള്ള ആത്മീയത കൊണ്ട്, വിശ്വാസ ജീവിതം കൊണ്ട് ഒന്നും കർത്താവിന് കിട്ടാനില്ല. അതുകൊണ്ടാണ് ചൂടുമില്ല തണുപ്പുമില്ല, ചൂടുമില്ലയും തണുപ്പുമില്ലാത്ത സഭകളും ചൂടും തണുപ്പുമില്ലാത്ത വ്യക്തികളും തുപ്പിക്കളയാനേ കൊള്ളൂ എന്ന് യോഹന്നാൻ ശ്ലീഹായിലൂടെ വെളിപ്പെടുത്തുകയാണ്. സത്യത്തിൽ യോഹന്നാൻ ശ്ലീഹായിലൂടെ 7 സഭകൾക്കുള്ള കത്താണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിൽ ഒരുപാട് മന്നോഷ്ണത ബാധിച്ചൊരു സഭയായിരുന്നു ലാവോദിക്യായിലെ സഭ എന്ന് പറയുന്നത്. ആ സഭയ്ക്ക് യോഹന്നാൻ ശ്ലീഹായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വെളിപാട് കൊടുക്കുകയാണ്, നിങ്ങളിൽ പലരും മന്നോഷ്ണരായതുകൊണ്ടാണ് ഈ സഭ ഗതി പിടിക്കാത്തത് എന്ന്. വിശ്വാസ ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണോ നീ? എങ്കിൽ മന്നോഷ്ണത നിറഞ്ഞ ആത്മീയ ജീവിതത്തിൽ നിന്നും വീണ്ടും തീ പിടിക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിലേക്ക്, നമുക്ക് നൽകിയിരിക്കുന്ന ദൈവീക വരപ്രസാദം വീണ്ടും ഊതിക്കത്തിക്കുന്ന ഒരു ആത്മീയതയിലേക്ക് സഹോദരങ്ങളെ നമ്മൾ ഉണരേണ്ടതായിട്ടുണ്ട്. സത്യത്തിൽ അഗ്നിയുള്ള തീയുള്ള ക്രിസ്ത്യാനിയുടെ പ്രത്യേകത എന്താണ്? അവരുടെ ഒന്നാമത്തെ പ്രത്യേകത തൻ്റെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള ബോധ്യം അവർക്കുണ്ട്. ഞാൻ ആരാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്? ഞാൻ എൻ്റെ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല. ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ ശ്ലീഹായിലൂടെ പറയുന്നുണ്ടല്ലോ, ഇതാ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. നമ്മളുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ മന്നോഷ്ണരാകില്ല, നമ്മൾ അലസരാകില്ല, നമ്മൾ ഉണർന്ന് പ്രശോഭിക്കാൻ തുടങ്ങും. പൗലോസ് ശ്ലീഹായിലൂടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം
12:11 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യണം. ആത്മാവിൽ ജ്വലിക്കുന്നതിന് പകരം എപ്പോഴും അലസതയോടുകൂടി സഭയിലെ ദൈവമക്കൾ വ്യാപരിക്കാനുള്ള കാരണം എന്താണ്? അവർക്ക് അവരുടെ വിളിയെക്കുറിച്ചുള്ള ബോധ്യമില്ല, അവരാരാണെന്നുള്ള അറിവില്ല. അവരെല്ലാവരെ പോലെയുമാണ് തങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഏതെങ്കിലും വിഷമങ്ങൾ വരുമ്പോഴാണ് കർത്താവെ എന്ന് വിളിക്കുന്നത്, അല്ലാതെ കർത്താവിനോട് വലിയ സ്നേഹമോ കൂറോ ബഹുമാനമോ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ എല്ലാ വിധത്തിലും തകർത്ത് കളയും. സഹോദരങ്ങളെ, പ്രമുഖനായ ഒരു സുവിശേഷ പ്രഘോഷകനുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ടെലിവിഷനിലൂടെ, മാധ്യമങ്ങളിലൂടെ കത്തോലിക്ക തിരുസഭയിൽ ആദിമകാലങ്ങളിൽ പ്രഘോഷണം നടത്തിയിരിക്കുന്ന അനുഗ്രഹീത പ്രഭാഷകനാണ് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെയ്ഷീൻ എന്ന് പറയുന്ന വ്യക്തി. ന്യൂയോർക്ക് പോലെയുള്ള വലിയ പട്ടണങ്ങളിൽ ആളുകൾ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ടെലിവിഷനുള്ള ഭവനങ്ങളിലേക്കും ഷോപ്പുകളിലേക്കും പോകുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1970കളിൽ ഏറെ വിശ്വാസികളെ ഉണർത്തുന്ന ഒരു ഉണർവ് പ്രഭാഷകനായിരുന്നു ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെയ്ഷീൻ. സത്യത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാനും ഒരു മന്നോഷ്ഠത ബാധിച്ച ഒരു ക്രിസ്ത്യാനിയായിരുന്നു. പുരോഹിതനായിരിക്കെ പഠിപ്പിക്കാൻ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്, ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പല സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കും, അദ്ദേഹം മടങ്ങി വരും. പ്രത്യേകിച്ച് അദ്ദേഹത്തിനൊന്നും തോന്നില്ല. അദ്ദേഹത്തിന് പോകുമ്പോൾ കിട്ടാവുന്ന ടീ ഒക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് സന്തോഷമായി വളരെ കംഫർട്ടബിളായിട്ട് ജീവിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കെ ഒരു സ്ഥലത്ത് പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വന്ന് അന്ന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് രാത്രി കിടക്കുകയാണ്. അത്താഴമെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങിക്കഴിഞ്ഞ് ഏതാണ്ട് പാതിരാത്രി വന്നപ്പോഴാണ് തൊട്ടടുത്ത കട്ടിലിൽ വന്ന് വേറെ ആരോ വന്ന് കിടന്നതായിട്ട് മനസ്സിലായി. അച്ഛനാണെന്നറിയാം, കാരണം അച്ഛന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡോർമെട്രി ആയിരുന്നു അത്. ഇതാ അച്ഛൻ വന്ന് കിടക്കുന്നു. വെളുപ്പിന് ഫുൾട്ടൻ ജെയ്ഷീൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ വൈദികൻ എഴുന്നേൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ മേച്ചിൽപ്പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു, ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകാൻ ഒരുങ്ങുന്നു. പെട്ടെന്ന് ഫുൾട്ടൻ ജെയ്ഷീൻ ചാടി എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു, അല്ലേ സഹോദരൻ, താങ്കൾ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പോകുന്നത്? പാതിരാത്രിക്ക് വന്ന് കിടന്നുള്ളൂവല്ലോ, ഇത്രയും പെട്ടെന്ന് ഓടുന്നത് എവിടേക്കാണ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കഥ ഇങ്ങനെയാണ്: വർഷങ്ങൾക്ക് മുമ്പ് 2 പേർ വഞ്ചിയിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി പോവുകയായിരുന്നു. പ്രത്യേകിച്ചും നരഭോജികൾ ജീവിക്കുന്ന ഒരു ഐലൻഡിലേക്കാണ് അവർ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നത്. വഞ്ചിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞു. അവർ ചെല്ലുമ്പോൾ ഒരുപക്ഷെ മനുഷ്യരെ പിടിച്ചു തിന്നുന്ന ആളുകളായതുകൊണ്ട് ഇവരുടെ ജീവിതം പോലും ഇവർക്ക് നഷ്ടമാകാമെന്ന് ഉറപ്പുണ്ട്. എങ്കിലും തീക്ഷ്ണത കൈവിടാതെ കർത്താവിന് വേണ്ടിയാണല്ലോ എന്ന് കരുതിക്കൊണ്ട് അവർ പോവുകയാണ് നരഭോജികളുടെ അടുത്തേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി. പോകുന്ന വഴിയിൽ ഈ പങ്കുവെച്ച വൈദികന് പനി പിടിച്ചു. അതുകൊണ്ട് സഹവൈദികനാണ്, കൂട്ടത്തിലുണ്ടായിരുന്ന സഹോദരനാണ് വഞ്ചി തുഴഞ്ഞ് തീരെ തടഞ്ഞു കഴിഞ്ഞപ്പോൾ നരഭോജികളുടെ നേതാവ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി കുശാലായ ശാപ്പാട് കഴിക്കാൻ 2 പേരെ കിട്ടിയിരിക്കുന്നു. ഒരാളെ അപ്പം തന്നെ ഭക്ഷിച്ചു. ആരെയാണ്? വഞ്ചി തുഴഞ്ഞ് പൂർണ്ണ ആരോഗ്യമുള്ള ആളെ. അവർക്കും മന്നോഷ്ഠത ബാധിച്ചവരെയും പനി ബാധിച്ചവരെയും ഒന്നും ഇഷ്ടപ്പെടില്ല, അവർക്ക് താല്പര്യമില്ല. അവർ നോക്കിയപ്പോൾ ജില്ലായിരിക്കുന്ന നല്ല ആരോഗ്യമുള്ള വഞ്ചി തുഴഞ്ഞവനെ തന്നെ പിടിച്ച് ഭക്ഷണം കഴിച്ചേക്കാം എന്ന് കരുതി കാര്യമായി അന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണമാക്കി അയാളെ മാറ്റി. ഇദ്ദേഹത്തെ ശുശ്രൂഷിച്ചു, പച്ചമരുന്നുകളൊക്കെ കൊടുത്ത് നരഭോജികളായ മനുഷ്യരെ ശുശ്രൂഷിച്ചു. ഇദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് കഴിയുമ്പോൾ ഇദ്ദേഹത്തെ വറുത്തു പൊരിച്ച് കഴിക്കാമെന്നാണ് അവർ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ഇതാ അപ്പുറത്ത് തൻ്റെ സഹോദരനെ ഇങ്ങനെ ഭക്ഷിച്ച് തിന്നുന്നത്, പാകം ചെയ്യുന്നത്, വറുത്തെടുക്കുന്നത്, പരസ്പരം പങ്കിട്ട് ഭക്ഷിക്കുന്നതെല്ലാം ജനാലയിലൂടെ ഈ ചെറുപ്പക്കാരൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം ഏറെ വിഷമിച്ചു. ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പനിയുണ്ട്. അവർ ഒരുക്കിയിരിക്കുന്ന ഒരു കൊച്ചു മുറിയിലാണ് ഇവൻ കിടക്കുന്നത്. 2ാമത്തെ ദിവസവും ശേഷിച്ച ആ ശരീരത്തിലെ ഭക്ഷണം കഴിക്കാനായിട്ട് അവർ ഒരുങ്ങുന്ന സമയത്ത് ഈ മനുഷ്യൻ അവർ പോലും അറിയാതെ ഓടി രക്ഷപ്പെട്ട് വഞ്ചി തുഴഞ്ഞ് സ്വന്തം ദേശത്ത് വന്നു. ഇദ്ദേഹത്തെ ഏറെ നാളുകൾ കഴിഞ്ഞ് സെമിനാരിയിൽ ചേർന്നു. സെമിനാരി ഫോർമേഷനിലൂടെ വൈദികനായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് നല്ലൊരു സ്ഥലത്ത്
ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം കിട്ടി. അദ്ദേഹത്തിന് സുപ്പീരിയറുടെ അടുത്ത് എന്ന് പറഞ്ഞു, അല്ലയോ സുപ്പീരിയറെ, പിതാവേ, എനിക്ക് നരഭോജികളുടെ അടുത്ത് പോയി ശുശ്രൂഷ ചെയ്യണം. കാരണം എൻ്റെ ഒരു സഹോദരൻ വർഷങ്ങൾക്ക് മുമ്പ് അവരാൽ ആക്രമിക്കപ്പെടുകയും അവർ ഭക്ഷിച്ച് തിന്നുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ അടുത്ത് പോയി യേശുവിന് ഞാൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എനിക്ക് ഒരു സാധാരണമായ ജോലിയും ഒരു സാധാരണമായ ശുശ്രൂഷയും ചെയ്തു പോയിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഇദ്ദേഹം നരഭോജികളുടെ അടുത്ത്, അന്ന് തൻ്റെ കൂട്ടുകാരെ ഭക്ഷിച്ച് തിന്ന അവരുടെ പിൻതലമുറക്കാരുടെ അടുത്ത് പോയി ശുശ്രൂഷ ചെയ്യാൻ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകാൻ തുടങ്ങി. ഈ കഥയാണ് വെളുപ്പിന് 4:30-5 മണി സമയത്ത് ഫുൾട്ടൻ ജേഷനോട് പറയുന്നത്. ഫുൾട്ടൻ ജേഷൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിരിക്കുന്ന വ്യക്തിയാണ്, ഞാൻ സെമിനാരിൽ പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്. ഒരു സെമിനാരി പ്രൊഫഷൻ കൊണ്ടും അത്തരത്തിലുള്ള പ്രബന്ധങ്ങൾ കൊണ്ട് മാത്രം എൻ്റെ ആത്മീയ ജീവിതത്തെ ഞാൻ അവസാനിപ്പിച്ചാൽ മതിയോ? ഒരിക്കലും പോരാ. അതൊരു ശുശ്രൂഷയുടെ ഒരു കൊച്ചു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന, ചാരം മൂടിക്കിടന്നിരുന്ന തീക്കനലിനെ വീണ്ടും പ്രോജ്വലിപ്പിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, അത് കത്തോലിക്ക തിരുസഭയിലെ ആദ്യത്തെ ടെലിവിഷൻ ഇവാഞ്ചലിസ്റ്റിൻ്റെ ജനനമായി മാറി. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷനിൽ നിന്നുള്ള അനുഗ്രഹീതരായ സുവിശേഷ പ്രഘോഷകൻ അമേരിക്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിൽ എല്ലായിടത്തും തന്നെയും ഇതാ പ്രൊട്ടസ്റ്റൻ്റ് ചിന്തകന്മാരും പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസ പാരമ്പര്യത്തിലുള്ളവർ പോലും ഒരുപാട് സമയം വാച്ച് ചെയ്യുന്ന പ്രോഗ്രാമായി അദ്ദേഹത്തിൻ്റെ ടെലിവിഷൻ ഷോ മാറി. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സാഹസികമായി നമ്മുടെ വിശ്വാസ ജീവിതം നമുക്ക് ജീവിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മന്ദോഷ്ണരായി കഴിയരുത്. ഒരുപക്ഷെ നമുക്ക് അധികമൊന്നും ചെയ്യാൻ കഴിയില്ല, അതുപോലെ പോയി പ്രസംഗിക്കാൻ കഴിയില്ല, അതുപോലെ നരഭോജികളുടെ അടുത്ത് പോയി നടക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെയെങ്കിലും കൊണ്ടു നടന്നാൽ പോരാ, എങ്ങനെയെങ്കിലും നയിച്ചാൽ പോരാ. ഞായറാഴ്ച കുർബാനയിൽ മാത്രം അവസാനിപ്പിച്ചാൽ പോരാ, ഒരു കൺവെൻഷനിൽ മാത്രം അവസാനിപ്പിച്ചാൽ പോരാ. മറിച്ച് കിടക്കുന്ന ആത്മാവിനെ പ്രോജ്വലിപ്പിച്ച് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം, കൂടുതൽ ദൈവത്തിൻ്റെ മഹത്വം വ്യാപരിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. ഇതാ ഉറങ്ങിക്കിടക്കുന്ന, ആകെ അലസമായി പോയിരിക്കുന്ന സഭാഗാത്രത്തിലെ ദൈവമക്കൾ കുറേ കൂടി ഉണരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ലോകത്തിൽ ഇന്നും സുവിശേഷം കേൾക്കാത്ത ജനകോടികൾക്ക് വേണ്ടി അനുഗ്രഹീതരായ ശുശ്രൂഷകർ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ നമ്മൾ തീയുള്ള ക്രിസ്ത്യാനികളായി മാറും, ജീവനുള്ള ക്രിസ്ത്യാനികളായി മാറും, ശക്തിയുള്ള ക്രിസ്ത്യാനികളായി മാറും. ഇതിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ഞാൻ ഓർക്കുന്നു, നാളുകൾക്ക് മുമ്പ് അനുഗ്രഹീതമായ ശുശ്രൂഷ നയിച്ച് കന്യാസ്ത്രീയായി സന്യാസ ജീവിതം നയിച്ചു പോയ ആളായിരുന്നു മദർ തെരേസ. കൽക്കട്ടയിലെ തെരേസ ലൊറേറ്റോ കോൺവെൻ്റ് എന്ന് പറയുന്ന ലൊറേറ്റോ സിസ്റ്റേഴ്സിൻ്റെ ഒരംഗമായിരുന്നു. അങ്ങനെ ജീവിച്ച് ഒരിക്കൽ കൽക്കട്ടയിൽ നടക്കുന്ന വാർഷിക ധ്യാനത്തിന് പോയി ട്രെയിനിൽ മടങ്ങി വരുന്ന സമയത്താണ് സിസ്റ്റർ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ ഇങ്ങനെ മാത്രം ജീവിച്ചാൽ മതിയോ? ഞാൻ ഒരു കോൺവെൻറ്റിൻ്റെ സാധാരണമായൊരു കംഫർട്ടിൽ മാത്രം ജീവിച്ചാൽ മതിയോ? വളരെ പരമ്പരാഗതമായ ശൈലിയിലുള്ള ഏതാനും ശുശ്രൂഷകൾ മാത്രം ചെയ്ത് പോയാൽ മതിയോ? സിസ്റ്ററിന് അതൊരു വെളിപാടായി രൂപാന്തരപ്പെട്ടു. ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലായ സമയത്ത് മാറി. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ലൊറേറ്റോ കോൺവെൻറ്റ് മോശമായതുകൊണ്ടല്ല, ആ കോൺഗ്രിഗേഷൻ മോശമായതുകൊണ്ടല്ല, ഒരുപാട് ഹോസ്പിറ്റൽ മിനിസ്ട്രി നടത്തുന്ന അനുഗ്രഹീതമായ വലിയൊരു കോൺഗ്രിഗേഷനാണ് ലൊറേറ്റോ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവവിളിയിലെ പ്രത്യേകമായ വിളിയെ തിരിച്ചറിഞ്ഞ് അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവിനെ വീണ്ടും പ്രോജ്വലിപ്പിച്ചുകൊണ്ട് അവൾ എടുത്തു ചാടി. അതാണ് മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയായി രൂപാന്തരപ്പെട്ടത്. അതാണ് അവളെ വാഴ്ത്തപ്പെട്ടവളാക്കി മാറ്റിയത്. അതാണ് അവളെ വിശുദ്ധിയാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ വിളിയെ എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയണമെങ്കിൽ പൗലോസ് തിമോത്തിയോസിന് കൊടുത്ത അതേ ഉപദേശം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ സ്വീകരിക്കണം. നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വരപ്രസാദം വീണ്ടും നീ പ്രോജ്വലിപ്പിക്കണം. പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡറായിരുന്നതിന് ശേഷം മാറി ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന വ്യക്തിയാണോ? ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് കരുതിക്കൊണ്ട് മാറി നിൽക്കുന്ന വ്യക്തിയാണോ? ദൈവശുശ്രൂഷയൊക്കെ ചെയ്ത് മടുത്തു എന്ന് കരുതിക്കൊണ്ട് വിശ്രമിക്കുന്ന വ്യക്തിയാണോ? എത്ര ചെയ്തിട്ടും ഒരു ഉയർച്ചയില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് നിരാശപ്പെടുന്നൊരു വ്യക്തിയാണോ? സഹോദര, സഹോദരി, ഈ ദിവസം നീ കർത്താവിലേക്ക് മടങ്ങി വരണം. നിനക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. നിനക്ക് വീണ്ടും
ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ കഴിയും. കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഭയത്തിൻ്റെ ആത്മാവിനെയല്ല, സ്നേഹത്തിൻ്റെ ആത്മാവിനെയാണ്, ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവിനെയാണ്, ശക്തിയുടെ ആത്മാവിനെയാണ്. സ്വർഗത്തിലെ പിതാവേ, അങ്ങയുടെ പുതിയ അഗ്നി കൊണ്ടും പുതിയ ശക്തി കൊണ്ടും ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഉപാസന ഉപാസന. ആരാധിച്ചിടാം മഹേശനെ, സ്തുതികളെ കിടാം ഇടയനെ. ആരാധിച്ചിടാം മഹേശനെ, സ്തുതികളെ കിടാം ഇടയനെ. ചേർത്തു വച്ചിടാം ആത്മനെ, മഹത്വമേകിടാം ജീവനെ. ചേർത്തു വച്ചിടാം ആത്മനെ, മഹത്വമേകിടാം ജീവനെ. ആരാധന ഈശോ, ആരാധന ഈശോ, ആരാധന ഈശോ, ആരാധന ഈശോ. ദിവ്യകാരുണ്യ യേശുവേ, അങ്ങയുടെ വിശുദ്ധമായ സാന്നിധ്യത്തിലേക്ക് ഈ സമയം ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. വളരെ പ്രത്യേകമായി ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് കർത്തൃ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന നിൻ്റെ ദൈവമക്കളെ ഞങ്ങൾ പ്രത്യേകം ഈ സമയം ഓർക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ യേശുവിൻ്റെ വചനം ഇന്നും കേട്ടിട്ടില്ലാത്ത ദേശങ്ങളിൽ ആരാരും അറിയാതെ ഒട്ടേറെ പീഡനങ്ങൾ ഏറ്റെടുത്തും കഷ്ടതകൾ സഹിച്ചുകൊണ്ടും ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കളെ ഞങ്ങൾ ഈ സമയം അങ്ങയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവെ, അങ്ങയുടെ വചനം ഞങ്ങൾ ഓർക്കുന്നു. എൻ്റെ കൈവെപ്പ് വഴി നിങ്ങൾക്ക് ലഭിച്ച വരപ്രസാദം നിങ്ങൾ ഒരിക്കലും നഷ്ടമാക്കരുത്. ഓ ദിവ്യകാരുണ്യ യേശുവേ, മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വ്യത്യസ്തമായ കുദാശകളിലൂടെയും ആത്മാവിനെ സ്വീകരിച്ചിട്ടുള്ള മനുഷ്യരാണ് ഞങ്ങൾ. എങ്കിലും ഞങ്ങളുടെ അലസത മൂലം ഞങ്ങളിൽ പലരും മന്നോഷ്ണരായി പോകുന്നു. തിന്മയുടെ സ്വാധീനങ്ങൾ അതുകൊണ്ട് ലോകത്തെ കീഴടക്കാൻ തക്കവിധത്തിൽ മാറുന്നു. കർത്താവേ, ഒരു കാലത്ത് സഭയും സമൂഹവും ലോകത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയെങ്കിൽ ഇതാ ഈ നാളുകളിൽ ലോകം സഭയെയും വിശ്വാസികളെയും തകർക്കാൻ ഒരുങ്ങുന്നു. കർത്താവെ, കർത്തൃ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന സകലരെയും വീണ്ടും പ്രോജ്വലിപ്പിക്കണമേ. ദൈവ ശുശ്രൂഷയിലായിരുന്നു കൊണ്ട് മുറിവേറ്റതുകൊണ്ട് പിൻവാങ്ങിയവരുണ്ട്. ചൂടോ തണുപ്പോ ഇല്ലാത്തതുകൊണ്ട് ദൈവ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരും പിന്തള്ളപ്പെട്ടവരുമുണ്ട്. കർത്താവിലേക്ക് നമുക്ക് അവരെ കൊടുക്കാം.
സുവിശേഷ വയലിൽ ജീവിതം വലിച്ചെറിയാൻ, ഹൃദയങ്ങളിൽ അതുമൂലം രൂപാന്തരപ്പെടുവാൻ ഒരുപാട് മിഷണറി കുടുംബങ്ങൾ ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നവരിൽ നിന്നുണ്ടാകുവാൻ കർത്താവെ ഏറെ സ്നേഹത്തോടെ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിമ്പേയുള്ള ലോകത്തെ മാറ്റിമറിച്ച് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്കായി കാത്തു നിൽക്കുന്ന കുരിശുമരത്തിലേക്ക് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ജീവിതങ്ങളെ സമർപ്പിക്കുവാനുള്ള കൃപയും ശക്തിയും ഓ കർത്താവെ ഞങ്ങൾക്ക് തരണമെന്ന് ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. എന്റെ പിന്നിൽ ലോകമാണ്, എന്റെ മുൻപിൽ ക്രൂശതും. എന്റെ പിന്നിൽ ലോകമാണ്, എന്റെ മുൻപിൽ ക്രൂശതും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കൽപ്പവും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കൽപ്പവും. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ എന്നാത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ യേശുവിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മക്കളെ നമുക്ക് ചേർത്ത് പിടിച്ച് കർത്താവിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അതെ, മന്നോഷ്ണരായ വിശ്വാസികളെ അല്ല സ്വർഗത്തിലെ പിതാവ് ഈ കാലയളവിൽ ആഗ്രഹിക്കുന്നത്. സാഹസികമായി യേശുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ മാത്രമാണ്. കർത്താവെ, ഉറങ്ങിക്കിടക്കുന്ന സഭാഗാത്രത്തിലെ നിന്റെ ദൈവമക്കളെ വീണ്ടും അവിടെ നിന്ന് പിടിച്ചുയർപ്പിക്കണമേ. എല്ലാ ഭൂഖണ്ഡങ്ങളിലും സുവിശേഷത്തിൻ്റെ വെളിച്ചം വീശാൻ തക്ക വിധത്തിൽ ഒരുപാട് ദൈവ ശുശ്രൂഷകരെ കർത്താവെ ഈ കാലയളവിൽ ഉയർത്തണമേ. ഞങ്ങളുടെ മക്കളിൽ നിന്ന് ദൈവ വിളികൾ അവിടെ നിന്ന് ഉയർത്തണമേ. ആരും ഇന്നേ വരെ യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലാത്ത ദേശങ്ങളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടണമേ. ഏറെ സ്നേഹത്തോടെ സഹോദരങ്ങളെ, നമ്മുടെ വേദനകളെ എല്ലാം സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. നമ്മളിപ്പോൾ ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദനകൾ, നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ ദുഃഖങ്ങൾ, ഒട്ടേറെ തകർച്ചയുടെ അനുഭവങ്ങൾ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ അർപ്പിക്കുമ്പോൾ ഇതാ സാഹസികമായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും എണ്ണപ്പെടുന്നു. നമ്മളും തകർക്കപ്പെട്ട യേശു 3-ാം ദിവസം ഉത്ഥാനം ചെയ്തതുപോലെ ഉത്ഥാനത്തിൻ്റെ ഭാഗമായി നമ്മളും മാറുന്നു. ഓ കർത്താവേ, നിൻ്റെ മക്കളെ ഏറ്റെടുക്കണമേ. സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ജീവിതങ്ങളെ അനുവദിക്കണമേ. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ കുടുംബത്തിൽ നടത്തുവാൻ വ്യക്തികളെയും കുടുംബങ്ങളെയും അവിടുന്ന് യോഗ്യമാക്കണമേ. ഓ ദിവ്യകാരുണ്യമേ, ഈ സമയം നിൻ്റെ മക്കളെ സ്പർശിക്കണമേ. കിടപ്പറയിൽ കഴിയുന്നവരെ ഏറ്റെടുക്കണമേ. അവരുടെ സഹനം പ്രാർത്ഥനയായി മാറട്ടെ. കർത്താവെ, പരിഭവങ്ങൾ പറയുന്നവരുടെ പരിഭവങ്ങൾ ഈ മണിക്കൂറിൽ നിലവിളിയും പ്രാർത്ഥനയുമായി മാറട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിന്ന് പിൻവാങ്ങിയവർ വീണ്ടും ദൈവ ശുശ്രൂഷകളിലേക്ക് മടങ്ങി വരട്ടെ. ഒരു നവീനമായ പന്തക്കുസ്ത കൊണ്ട് സഭയും സമൂഹവും ഉണരുവാൻ അനുവദിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്നു ചേർന്ന് ഇതാ സാഹസികമായി ജീവിക്കുന്ന ഒരുപാട് ദൈവ ശുശ്രൂഷകൾ ഉണ്ടാകേണ്ടതിനായി
നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. യേശുവെ ആരാധന, കർത്താവെ ആരാധന, ദൈവമേ മഹത്വം, യേശുവെ ആരാധന, കർത്താവെ നന്ദി, കർത്താവെ ആരാധന, യേശുവെ ആരാധന, യേശുവെ മഹത്വം, യേശുവെ മഹത്വം. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന.